ചാലക്കുടിയിൽ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിൽ നഗരസഭയുടെ അനാസ്ഥ. കരാർ പുതുക്കുന്നതിലെ കാലതാമസം മൂലം 1 മാസമായി മാലിന്യ നീക്കം നടക്കുന്നില്ല. മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നേരത്തെയും അഗ്നിബാധ. അകമലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ നിരന്തരം ആനയിറങ്ങുന്നതിൽ ഭീതി പൂണ്ട് പ്രദേശവാസികൾ. ചേറ്റുവ ഹാർബറിനു സമീപം മണൽത്തിട്ടയിലിടിച്ച് വള്ളം തകർന്നു. തിട്ടയിലിടിച്ച് വള്ളങ്ങൾ തകരുന്നത് പതിവാകുന്നു. ഹാർബറിനു സമീപത്തുള്ള മണൽത്തിട്ട നീക്കണമെന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അവഗണനയിൽ. വാഴച്ചാലിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കണ്ണൻകുഴി സ്വദേശി സതീഷാണ് മരിച്ചത്. പാഴിയോട്ടുമുറിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്നും വീണ് 3 പേർക്ക് പരിക്ക്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ചൊവ്വാഴ്ച. 10 നാൾ ക്ഷേത്രകലകളുടെ സംഗമ ഭൂമിയായി കൂടൽമാണിക്യം. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിൽ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിൽ അനാസ്ഥ. കരാർ പുതുക്കുന്നതിലെ കാലതാമസം മൂലം 1 മാസമായി മാലിന്യ നീക്കം നടക്കുന്നില്ല. പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം വൻ അഗ്നിബാധയാണ് ഉണ്ടായത്. ഹരിതകർമ്മസേന നഗരസഭയുടെ 36 വാർഡുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം കത്തിയമർന്നു. പ്ലാസ്റ്റിക് കത്തിയ ദുർഗന്ധം ഇപ്പോഴും ഇവിടെ നിന്നും ഒഴിഞ്ഞിട്ടില്ല. നഗരസഭയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറകിലുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. ഇവിടെയുള്ള അഗ്നിശമന പ്ലാന്റ് പ്രവർത്തനരഹിതമാണ്. യഥാസമയം ഇവിടെ നിന്നും മാലിന്യം നീക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ദേശീയപാതയോരത്ത് നഗരസഭാ ക്രിമിറ്റോറിയത്തിന് പിന്നിലുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നേരത്തെയും അഗ്നിബാധ ഉണ്ടായിരുന്നു. നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. തൃശൂർ ആമ്പക്കാട് പള്ളിത്താഴത്ത് പാടത്ത് അഗ്നിബാധ. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. പാടത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിലേക്ക് തീ പടർന്നത് വൻ അഗ്നിബാധയ്ക്ക് ഇടയാക്കി. 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അകമല ചെട്ടിയാർകുന്നിലെ ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണിയോടെയാണ് മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന സാന്നിധ്യമറിഞ്ഞ് നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആനകളെ തുരത്താൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ രാവിലെ കാട്ടാനകൾ വീണ്ടും ജനവാസ മേഖലയിൽ എത്തുകയായിരുന്നു. വീട്ടുപറമ്പുകളിലെ പ്ലാവുകളിൽ നിന്നു ചക്കകൾ തിന്നും നിരവധി വാഴകൾ ചവിട്ടിയൊടിച്ചും നാശനഷ്ടമുണ്ടാക്കിയാണ് ആനകൾ മടങ്ങിയത്. ആനശല്യം രൂക്ഷമാകുന്നതിൽ ആശങ്കയിലാണ് നാട്ടുകാർ. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മുപ്പിളിയിൽ പുലിയിറങ്ങുന്നതിൽ നാട്ടുകാരിൽ ഭീതി പടരുന്നു. പകൽ സമയത്ത് പോലും ഈ പ്രദേശത്ത് പുലിയെ കാണാറുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന റിസാൽ എന്ന യുവാവാണ് റോഡിന് കുറുകെ റബ്ബർ തോട്ടത്തിലേക്ക് ഓടിക്കയറുന്ന പുലിയെ കണ്ടത്. പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കളെ ആക്രമിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി പശുവിനെ കൊന്ന സ്ഥലത്തു നിന്ന് 200 മീറ്റർ മാറിയാണ് പുലിയെ യാത്രക്കാർ കണ്ടത്. പാലപ്പിള്ളി മേഖലയിൽ പുലിയുടെ ആക്രമണം പതിവാണെങ്കിലും ആദ്യമായാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിരപ്പള്ളിയിലും കഴിഞ്ഞ ദിവസം രാത്രി പുലി ഇറങ്ങി. അതിരപ്പള്ളി റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന വാഹനയാത്രക്കാർ പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. മലക്കപ്പാറ റോഡിന്റെ ഒരു വശത്താണ് പുലിയെ കണ്ടത്. ചേറ്റുവ ഹാർബറിന് സമീപം മണൽത്തിട്ടയിലിടിച്ച് വള്ളം തകർന്നു. കഴിമ്പ്രം സ്വദേശികളായ ഇരിങ്ങത്തിരുത്തി മണി, പനക്കൽ സാഗരൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള തട്ടകത്തമ്മ വള്ളമാണ് തകർന്നത്. കുറച്ചു ദിവസങ്ങളായി വള്ളം ഹാർബറിന് സമീപം കെട്ടിയിട്ടിട്ട്. ഞായറാഴ്ച മത്സ്യബന്ധനത്തിന് പോകുന്നതിനായി വന്നപ്പോഴാണ് വള്ളത്തിന്റെ അടിഭാഗവും എഞ്ചിനും തകർന്ന നിലയിൽ കാണുന്നത്. അടിഭാഗം തകർന്ന് വള്ളം മുഴുവനും വെള്ളം കയറിയ നിലയിലായിരുന്നു. ഏകദേശം 20 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വർഷങ്ങളായി ഹാർബറിനു സമീപത്തുള്ള മണൽത്തിട്ട നീക്കണമെന്നുള്ള തൊഴിലാളികളുടെ ആവശ്യത്തിൽ യാതൊരു പ്രതികരണവും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. 2 ആഴ്ച മുൻപാണ് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള അമ്പാടി എന്ന വള്ളം മണൽത്തിട്ടയിൽ ഇടിച്ച് തകർന്നത്. വാഴച്ചാലിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കണ്ണൻകുടി സ്വദേശി കാരിക്കൽ രവിയുടെ മകൻ 35 വയസ്സുള്ള സതീഷാണ് മരിച്ചത്. സുഹൃത്തായ അജിത്തിന്റെ ബൈക്കിലാണ് യുവാവ് സഞ്ചരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ദിവസം പൊകലപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ പോളിംഗ് ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്ത ശേഷം ഇരുവരും വീട്ടിലേക്ക് മടങ്ങവേ വാഴച്ചാൽ ഇരുമ്പ് പാലത്തിനു സമീപം വെച്ച് ഇവരുടെ ബൈക്ക് എതിരെ വന്നിരുന്ന ജീപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സതീഷ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു.
പാഴിയോട്ടുമുറിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്നും വീണ് 3 പേർക്ക് പരിക്കേറ്റു. വെള്ളറക്കാട് പീടികയിൽ വളപ്പിൽ അബ്ദുൽ ഖാദർ, സീന, അൻഫ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെയും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത എടക്കഴിയൂർ ജുമാഅത്ത് പള്ളിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ലോറിയിൽ ഇടിച്ച് 3 പേർക്ക് പരിക്ക്. പിറവം സ്വദേശികളായ നോബിൾ വർഗീസ്, ആൻമരിയ, സോബിൾ വർഗീസ് എന്നിവർക്കാണ് പരിക്ക്. പുലർച്ചെയായിരുന്നു അപകടം. കാസർഗോഡ് നിന്ന് പിറവത്തേക്ക് പോവുകയായിരുന്നു കാർ. പെരുമ്പാവൂരിൽ നിന്ന് പൂനെയിലേക്ക് പ്ലൈവുഡ് കയറ്റി പോവുകയായിരുന്ന ലോറിയിലാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികൻ ചാട്ടുകുളം ചെമ്പലക്കാട്ടിൽ അഫീസ്, സൈക്കിൾ യാത്രക്കാരൻ ഇരിങ്ങപ്പുറം രാമനത്ത് സാലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 7:30 ഇരിങ്ങപ്പുറം സെന്ററിലായിരുന്നു അപകടം. പരിക്കേറ്റവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്ത ബൈക്കിൽ കൂട്ടിയിടിച്ച് യുവാവിനെ ഗുരുതരമായി പരിക്കേറ്റു. കോക്കൂർ ചിയാനൂർ ചേമ്പിലക്കടവിൽ മോനൂട്ടി മകൻ നിസാറിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ അൻസാർ സ്കൂളിന് മുൻവശത്തായിരുന്നു അപകടം. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും ചങ്ങരംകുളം ഭാഗത്തേക്ക് പോകുന്നതിനിടെ നിസാറിന് അപസ്മാരം വന്നതിനെ തുടർന്ന് ബൈക്ക് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിൽ പാർക്ക് ചെയ്ത മറ്റൊരു ബൈക്കിൽ കൂട്ടിയിടിച്ചത്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ചൊവ്വാഴ്ച. വർഷത്തിൽ ആദ്യമായി ഭഗവാൻ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുക പള്ളിവേട്ട ദിവസമാണ്. ക്ഷേത്ര മതിൽക്കെട്ട് വിട്ട് പുറത്തിറങ്ങുന്ന സംഗമേശ്വരനെ കേരള പോലീസ് റോയൽ സല്യൂട്ട് നൽകി ആദരിക്കും. തുടർന്ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പള്ളിവേട്ട ആൽത്തറയിലേക്ക് വേട്ടയ്ക്കായി പുറപ്പെടും. തുടർന്ന് പള്ളി ഉറക്കത്തിനായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടെ പള്ളിവേട്ട ചടങ്ങ് പൂർത്തിയാകും. ക്ഷേത്ര കലകളുടെ സംഗമഭൂമിയായി ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഉത്സവം. ക്ഷേത്രമതിൽക്കകത്ത് രാവിലെ ആരംഭിക്കുന്ന ശിവേലി എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് 12:30 അവസാനിക്കുന്നതോടെ ക്ഷേത്ര കലകൾ തുടങ്ങുകയായി. കിഴക്കേ നടപ്പുരയിൽ ഓട്ടൻതുള്ളൽ, പടിഞ്ഞാറേ നടപ്പുരയിൽ പാഠകം, കുറത്തിയാട്ടം എന്നിവ നടക്കും. വൈകിട്ട് കൂത്തമ്പലത്തിൽ നങ്ങ്യാർകൂത്ത്, ചാക്യാർകൂത്ത് എന്നിവ അരങ്ങേറും. കിഴക്കേ ഗോപുരനടയിൽ ചെണ്ടമേളം അരങ്ങേറുമ്പോൾ സന്ധ്യാവേല പന്തലിൽ മദ്ദളപ്പറ്റ്, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് എന്നിവ തുടങ്ങിയിരിക്കും. കലാപരിപാടികൾ നടക്കുന്ന വേദിയിൽ തിരുവാതിരക്കളി, സംഗീത കച്ചേരി, ശാസ്ത്രീയ നൃത്തങ്ങൾ, ഭക്തിഗാനമേള തുടങ്ങിയ പരിപാടികൾ നടക്കും. പ്രധാന വേദിയിൽ രാത്രി തൊട്ട് പുലരും വരെ കഥകളിയും. ഇത്തവണയും തെക്കേനടയിൽ കലാപരിപാടികളുടെ അവതരണത്തിനായി ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദിയിലും വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട്. ജംഗിൾ സഫാരി അടക്കം അതിരപ്പള്ളി മേഖലയിലെ വിനോദസഞ്ചാര സംവിധാനങ്ങൾക്കെതിരെ ആസൂത്രിതമായ നീക്കം നടക്കുന്നതായി ആരോപണം. കഴിഞ്ഞ ദിവസം ജംഗിൾ സഫാരിക്കിടെ കാനനപാതയിൽ ആന പ്രത്യക്ഷപ്പെട്ടതിനെ പർവ്വതീകരിച്ച് പ്രചാരണമുണ്ടായതിൽ വിനോദസഞ്ചാരികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. മൃഗങ്ങളെ കാണുകയെന്നതാണ് ജംഗിൾ സഫാരിയുടെ ലക്ഷ്യം. തൽപരരായവർ പണം മുടക്കി ഇതിന് മുതിരുകയും ചെയ്യുന്നു. വല്ലപ്പോഴും വനപാലകരുടെ വാഹനങ്ങൾ മാത്രം സഞ്ചരിക്കുന്ന ചെമ്മൺ പാതയിലേക്കാണ് ആന കയറി വന്നത്. ജീപ്പ് വരുന്നത് കണ്ടയുടനെ കൊമ്പൻ കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് പിന്നീട് ജംഗിൾ സഫാരി സംഘത്തിനെ ആന ആക്രമിക്കാൻ തുനിഞ്ഞുവെന്ന് പ്രചാരണമുണ്ടായതെന്ന് വനപാലകർ പറയുന്നു. 2 മാസം മുൻപ് തുടങ്ങിയ ജംഗിൾ സഫാരി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ പിന്നിലെന്നും വനപാലകർ സംശയിക്കുന്നു. ആക്രമണകാരികളായ മൃഗങ്ങളില്ലാത്ത സ്ഥലത്താണ് ജംഗിൾ സഫാരി ഏർപ്പെടുത്തിയത്. ചാലക്കുടി പുഴയുടെ മറുകരയായ പ്ലാന്റേഷനിലെ 15-ാം ബ്ലോക്കിൽ നിന്നാണ് 4.5 മണിക്കൂർ നീളുന്ന ജംഗിൾ സഫാരി ആരംഭിക്കുന്നത്. വനപാലകരുടെ വാഹനത്തിൽ പുഴയോട് ചേർന്നുള്ള കാട്ടുപാതയിലൂടെ സഞ്ചരിച്ച് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ എറണാകുളം ജില്ലയിലുള്ള ഭാഗത്ത് എത്തിച്ചേരുന്നതാണ് യാത്ര. കുത്തിന്റെ മുകളിലും താഴെയും മനോഹരമായ കാഴ്ച ആസ്വദിച്ച് ആനക്കല്ല് ഫോറസ്റ്റ് ക്യാമ്പിലെത്തും. ഏറുമാടത്തിലെ വിശ്രമവും ലഘുഭക്ഷണവും കഴിഞ്ഞ് 3-ാം ബ്ലോക്കിലൂടെ തിരിച്ചെത്തുന്ന ജംഗിൾ സഫാരിയിലേക്ക് 6 പേർക്ക് 10,000 രൂപ ഈടാക്കുന്നു. തുടക്കത്തിൽ തന്നെ കുപ്രചരണമുണ്ടായാൽ പദ്ധതി മുളയിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ആശങ്കയുമുണ്ട് വനപാലകർക്ക്. TCV ചാലക്കുടി.
കാട്ടൂരിൽ ബൈക്ക് യാത്രികർ തമ്മിലുള്ള വാക്ക് തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. 4 പേർക്ക് പരിക്ക്. ശനിയാഴ്ച അർദ്ധരാത്രി കാട്ടൂർ ഇല്ലിക്കാട് പള്ളിക്ക് സമീപമാണ് സംഭവം. ബൈക്കിൽ പോകുന്നതിനിടെ 2 സംഘങ്ങൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. 2 വിഭാഗത്തിലുമായി 4 പേർക്ക് പരിക്കേറ്റു. എടമുട്ടം സ്വദേശികളായ മാടാജി വീട്ടിൽ ശ്രീരാഗ്, അതുൽ, കാരയിൽ ഷനിൽ, എടക്കുളം സ്വദേശി പഷ്ണത്ത് ശിവനുണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ മാസം കരുവന്നൂർ മൂർക്കനാട് ഉത്സവ വെടിക്കെട്ടിനിടെ 2 സംഘങ്ങൾ ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ 5ഓളം പേർക്ക് കുത്തേൽക്കുകയും 2 പേർ മരിക്കുകയും ചെയ്തിരുന്നു. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ 8ാമിട തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ ഗാനപൂജയ്ക്ക് ഫാദർ ഡൈജോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയ്സൺ കാളൻ തിരുനാൾ സന്ദേശം നൽകി. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. വിവിധ സംഘടനകളുടെ വളയെഴുന്നള്ളിപ്പുകളും ബാൻഡ് വാദ്യ മത്സരവും ഉണ്ടായിരുന്നു. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ 8ാമിട തിരുനാളിനോടനുബന്ധിച്ച് ഭണ്ഡാരം തുറക്കൽ ശുശ്രൂഷ തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റിമാരായ വി ജെ ജോസി, ജോയ് ആന്റണി, ആൻഡോ വർഗീസ്, ബാബു ജോർജ് എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക തോന്നിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെയും പെരിങ്ങോട്ടുകര തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെയും ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ചു. തോന്നിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പുരയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റീൽ ഭണ്ഡാരമാണ് കുത്തിപ്പൊളിച്ചത്. രാവിലെ ക്ഷേത്രനട തുറക്കാൻ ജീവനക്കാർ എത്തിയപ്പോഴാണ് ഭണ്ഡാരം പൊളിച്ചതായി കാണുന്നത്. പെരിങ്ങോട്ടുകര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവഗ്രഹങ്ങളുടെ മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിക്കുകയും ക്ഷേത്രം സമിതി ഓഫീസ് തുറന്ന് അലമാര പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം ഭാരവാഹികൾ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ഉൾപ്പെടെ 12 ജില്ലകളിൽ ഉയർന്ന താപനില അനുഭവപ്പെടും. തൃശൂർ, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുമുണ്ട്. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരും. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനാണ് സാധ്യത. ഉഷ്ണതരംഗ സാധ്യത മുന്നിൽ കണ്ട് ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് അംഗൻവാടികൾക്ക് ഒരാഴ്ച അവധി. ഉഷ്ണതരംഗ മുന്നറിയിപ്പിനെ തുടർന്നാണ് അവധി പ്രഖ്യാപിച്ചത്. കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീട്ടിലെത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഹയർ സെക്കൻഡറി ഗ്രേസ് മാർക്ക് മാനദണ്ഡം പുതുക്കി. അതേസമയം ഇരട്ട ആനുകൂല്യം നിലനിർത്തിയിട്ടുമുണ്ട്. ഒരേ നേട്ടത്തിന് ഗ്രേസ് മാർക്കും ബോണസ് പോയിന്റും പുതിയ മാനദണ്ഡത്തോടെ ഇല്ലാതാകും. പേരാമംഗലം തെച്ചുകൂട്ടുകാവ് ക്ഷേത്ര മൈതാനത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് തീപിടിച്ചു. മനപ്പടി സ്വദേശി തടത്തിൽ കണ്ണൻ എന്നയാളുടെ ഇന്നോവ കാറിനാണ് തീപിടിച്ചത്. ബോണറ്റിന്റെ ഭാഗത്തു നിന്നാണ് തീയും പുകയും ഉയർന്നത്. കാറിന്റെ മുൻഭാഗം കത്തി നശിച്ചു. ആളപായമില്ല. കേന്ദ്ര പുരാവസ്തു വകുപ്പിന് കീഴിലെ ചിറക്കൽ ഗുഹ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ഗുഹയുടെ സമീപത്തെ സർവേക്കാണ് പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഗുഹയുടെ സമീപത്തെ നിർമ്മാണ നിരോധനം മൂലം ചിറക്കൽ ഗുഹയുടെ പരിസരത്തെ ജനങ്ങളുടെ ദുരിതത്തെപ്പറ്റി പഞ്ചായത്ത് അംഗം എം.എ. അബ്ദുൾ റഷീദിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ വിവരിച്ചു. ചീഫ് ആർക്കിടെക്റ്റുമാരായ റീതു തോമസ്, സ്വാതി സുബ്രഹ്മണ്യം, പുരാവസ്തു ഉദ്യോഗസ്ഥൻ സജീഷ് അവിൽത്തൊടി, റഫീഖ് എന്നിവരാണ് എത്തിയത്. ചിറക്കൽ ഗുഹയുടെ 100 മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് കർശന നിരോധനമുണ്ട്. ശേഷമുള്ള 200 മീറ്ററിനുള്ളിൽ അനുമതിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. ഇതോടെയാണ് ഗുഹയ്ക്ക് 100 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർ ദുരിതത്തിലായി മാറിയത്. സ്വന്തം സ്ഥലത്ത് കുഴിയെടുക്കാനോ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ കഴിയാത്ത അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഹീമോഫീലിയ ദേശീയ ദിനാചരണവും കുന്നംകുളം ചാപ്റ്ററിന്റെ 28ാമത് വാർഷിക യോഗവും അക്കിക്കാവ് കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടന്നു. കവി റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് എൻ ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. ഹീമോഫീലിയ പരിചരണ മേഖലയിൽ മികച്ച സേവനത്തിനുള്ള പുരസ്കാരം വാരാണസി ഹീമോഫീലിയ ചാപ്റ്റർ സ്ഥാപകൻ OP പാണ്ഡേയ്ക്ക് സമർപ്പിച്ചു. മേധാവി ഡോക്ടർ ടി.എ. ഷീല, ഡോക്ടർ ബബിത, ആർ. ജയദേവൻ, വിൻവേൽഡ് ഡയറക്ടർ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇ. രഘുനന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച സൗജന്യ അവധിക്കാല വോളിബോൾ പരിശീലന ക്യാമ്പ് പുരോഗമിക്കുന്നു. കഴിഞ്ഞ 36 വർഷമായി മുടങ്ങാതെയാണ് TSGA സൗജന്യമായി
അവധിക്കാല വോളിബോൾ പരിശീലന ക്യാമ്പ് ഒരുക്കുന്നത്. ഇത്തവണ 100 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. PC രവി ചീഫ് കോച്ചും അജിത് ലാൽ അസിസ്റ്റന്റ് കോച്ചുമാണ്. ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിനുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ സ്വദേശിനിയായ ദേവയെ TSGA ചെയർമാൻ TN പ്രതാപൻ MP ആദരിച്ചു. എഴുത്തുകാരൻ കടലായിൽ പരമേശ്വരന്റെ അനുസ്മരണ സമ്മേളനം BR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. കടലായിൽ പരമേശ്വരൻ സ്മാരക അവാർഡ് അക്ഷരശ്ലോക രംഗത്തെ സമഗ്ര സംഭാവനയെ വിലയിരുത്തി K. വേലപ്പൻ പിള്ളയ്ക്ക് സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ സമ്മാനിച്ചു. ഡോക്ടർ PTN വാസുദേവൻ മൂസ്, ഡോക്ടർ PB ഹൃഷികേശൻ, MC പോൾ, ലളിത ബാലഗോപാൽ, രമ വടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ മേഖലയിൽ ഏറ്റവും വലിയ കോൾപ്പടവായ പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിൽ കൊയ്ത്ത് അവസാന ഘട്ടത്തിൽ. ആദ്യം വിളവെടുപ്പ് തുടങ്ങിയ വടക്കേപ്പടവിൽ കൊയ്ത്ത് പൂർത്തിയായി. 650 ഏക്കർ വിസ്തൃതിയുള്ള പടവിൽ ഉമാവിത്താണ് കൃഷി ചെയ്തത്. ബണ്ട് തകർന്നത് മൂലം ഏറെ വൈകിയാണ് ഈ പടവിൽ ഞാറുനടിയിൽ തുടങ്ങിയത്. 260 ഏക്കറാണ് ഈ പടവിലുള്ളത്. 3 ദിവസം കൊണ്ട് കൊയ്ത്ത് പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ഇരുചക്ര വാഹനം സംഭാവന ചെയ്ത് വിരമിക്കുന്ന പ്രിൻസിപ്പാൾ ഡോക്ടർ B. ഷീലയാണ് മെഡിക്കൽ കോളേജിന്റെ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവനക്കാർക്ക് ഉപയോഗിക്കുന്നതിന് ഇരുചക്ര വാഹനം സംഭാവന ചെയ്തത്. ഗുരുവായൂർ സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി. രൂപക്കൂട് എഴുന്നള്ളിക്കൽ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ പ്രകാശ് പുത്തൂർ മുഖ്യ കാർമ്മികനായി. ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ നിർവഹിച്ചു. വികാരി ഫാദർ പ്രിൻഡോ കുളങ്ങര, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ സെബു തരകൻ, ജോയിന്റ് കൺവീനർമാരായ ക്രിസ്റ്റഫർ ജോസഫ്, ബീന ജോഷി, ജോമോൻ പുത്തൂർ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി സെയിന്റ് ലാസേഴ്സ് പള്ളിയിൽ വരദച്ചൻ ശ്രാദ്ധാചരണ കമ്മിറ്റി ഓഫീസ് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ശ്രാദ്ധാചരണത്തിന്റെ ലോഗോ പബ്ലിസിറ്റി കൺവീനർ ബിജു അന്തിക്കാടിന് നൽകി പ്രകാശനം ചെയ്തു. ആദ്യ ഫണ്ട് സമർപ്പണം അനിൽ ജോസ് തരകൻ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ, ജനറൽ കൺവീനർ ലിൻഡോ ചാക്കോ, ഡെയ്സൺ പഴുന്നാന, ജാക്സൺ നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. പുതിയതായി നിർമ്മിച്ച എരുമപ്പെട്ടി NSS കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും കേശവൻ മാസ്റ്റർ ഗ്രന്ഥശാല സമർപ്പണവും നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗവും തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ P. ഹൃഷികേശ് ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി NSS കരയോഗം പ്രസിഡന്റ് AM ഗോപിനാഥൻ അധ്യക്ഷനായി. തലപ്പള്ളി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, സെക്രട്ടറി S. ശ്രീകുമാർ, കരയോഗം എരുമപ്പെട്ടി സെക്രട്ടറി അനൂപ് മണികണ്ഠൻ, മുരളീധരൻ അമ്പലപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നായർ സമുദായാംഗങ്ങൾ മാത്രമല്ല പഠിക്കുന്നത്. സമൂഹത്തിലെ ചാവക്കാട് ഖുറാൻ സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചീഫ് കോർഡിനേറ്റർ മഹ്റൂഫ് വാഫി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റാഷിദ് ഗസാലി, ക്യാമ്പ് കൺവീനർ TK അബ്ദുൽ സലാം, ബ്ലാങ്ങാട് ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ, AP നിസാം, ഡോക്ടർ നൌഫൽ വാഫി മേലാറ്റൂർ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് 10 ദിവസം നീണ്ടുനിൽക്കും. എടക്കളത്തൂർ ശിവദുർഗാദേവി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവം ഭക്തിസാന്ദ്രമായി. വിശേഷാൽ പൂജകളും ആറാട്ടും നടന്നു. തുടർന്ന് 7 ആനകളുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ചിറയ്ക്കൽ കാളിദാസൻ തിടമ്പേറ്റി. കക്കാട് രാജപ്പന്മാരാർ നയിച്ച മേളവും ചോറ്റാനിക്കര വിജയൻ നയിച്ച പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. ചാഴൂർ സെയിന്റ് മേരീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന്റെ കൊടിയേറ്റം പഴുവിൽ ഫൊറാന വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ നിർവഹിച്ചു. മെയ് 3, 4, 5, 6 തീയതികളിലാണ് തിരുനാൾ. ചാഴൂർ സെയിന്റ് മേരീസ് പള്ളി വികാരി ഫാദർ സിജോ കാട്ടൂക്കാരൻ, ജനറൽ കൺവീനർ ജിൻഡോ തെക്കിനിയത്ത്, കൈക്കാരന്മാരായ പോൾ ചാലിശ്ശേരി,
ലിൻഡോ കൈമഠം തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടകര സെയിന്റ് ജോസഫ് ഫൊറോന ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പതാക ദിനം ആചരിച്ചു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. ഫാദർ സിബിൻ വാഴപ്പള്ളി, രൂപതാ പ്രതിനിധി ജോസ് കോച്ചക്കാടൻ, കൈക്കാരന്മാർ ജോയ് വടക്കേത്തല, സ്റ്റാൻലി കുറ്റിയിൽ, ജോയ് മാളയിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ മികച്ച കായിക അധ്യാപകനുള്ള പുരസ്കാരം ലഭിച്ച മുഹമ്മദ് ഹനീഫയെ S&S11 ക്രിക്കറ്റ് ടീമിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ടീം മാനേജർമാരായ M.A. ഷാനവാസ്, സജോ ജോസ് എന്നിവർ ചേർന്ന് ഉപഹാരം സമർപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M.M. സലീം അധ്യക്ഷനായി. എരുമപ്പെട്ടി കടങ്ങോട് റോഡിന് സമീപം ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. നെല്ലുവായി മാങ്ങരപ്പുഞ്ചയിൽ വീട്ടിൽ കൃഷ്ണനാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ കൃഷ്ണനെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിൽ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിൽ നഗരസഭയുടെ അനാസ്ഥ. കരാർ പുതുക്കുന്നതിലെ കാലതാമസം മൂലം 1 മാസമായി മാലിന്യ നീക്കം നടക്കുന്നില്ല. മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നേരത്തെയും അഗ്നിബാധ. അകമലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ നിരന്തരം ആനയിറങ്ങുന്നതിൽ ഭീതി പൂണ്ട് പ്രദേശവാസികൾ. ചേറ്റുവ ഹാർബറിനു സമീപം മണൽ തിട്ടയിലിടിച്ച് വള്ളം തകർന്നു. തിട്ടയിലിടിച്ച് വള്ളങ്ങൾ തകരുന്നത് പതിവാകുന്നു. ഹാർബറിനു സമീപമുള്ള മണൽ തിട്ട നീക്കണമെന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അവഗണനയിൽ. വാഴച്ചാലിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കണ്ണൻകുഴി സ്വദേശി സതീഷാണ് മരിച്ചത്. പാഴിയോട്ടുമുറിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ് 3 പേർക്ക് പരിക്ക്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ചൊവ്വാഴ്ച. 10 നാൾ ക്ഷേത്രകലകളുടെ സംഗമ ഭൂമിയായി കൂടൽമാണിക്യം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.